ആളുകൾ കൂടിയ വീട്ടുജോലിയൊന്നും നടക്കില്ല എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വീട് നിറയെ ആളുണ്ട്, പക്ഷെ ആർക്കും ഭക്ഷണം റെഡി ആയിട്ടില്ല. എല്ലാവരും വിശക്കുന്നല്ലോ വിശക്കുന്നല്ലോ, ഭക്ഷണം തായോ എന്ന് പറയുന്ന പോലെ ആൾക്ക് വിശക്കുന്നു, ഭക്ഷണമില്ല എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വീക്ക് മൊത്തം നോക്കുകയാണെങ്കിൽ അൻസിബയാണ് അവിടെ കിച്ചണിലിരുന്ന് കുക്ക് ചെയ്യുന്നത് കാണുന്നത്. അപ്പം ജാസ്മിൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് അഭിഷേകും പരാതി പറയുന്നുണ്ട്. എല്ലാവരും ഓരോരുത്തർക്ക് ഫുഡ് വിശക്കാൻ തുടങ്ങി കൂട്ടത്തോടെ, കാരണം കുറെ സമയമായല്ലോ ഭക്ഷണം കിട്ടിയില്ല എന്നൊക്കെ ഉള്ള പരാതിയും വഴക്കുകളൊക്കെയാണ് അവിടെ നടക്കുന്നത്. സോ അതിന് ജിൻഡോ ചോദ്യം ചെയ്യുന്നുണ്ട്. എല്ലായ്പ്പോഴും ക്യാപ്റ്റൻ വന്ന് പറയുന്നതാണ് ഇത്തവണ ചോയ്സിലൊക്കെ വയ്യാതിരിക്കുകയാണ്, എനിക്കും വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ക്യാപ്റ്റൻ ശ്രീതു നന്നായിട്ട് ക്യാപ്റ്റൻസി ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരോടും. പക്ഷെ ജിൻഡോ പ്രതികരിക്കുമ്പോൾ മാത്രം ജിൻഡോയോട് ഓവർ റിയാക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ചിലയിടത്തൊക്കെ തോന്നിയിട്ടുണ്ട്. വേറെ ആരോടും അങ്ങനെയില്ല, ക്ഷമയോടെ കേൾക്കും. ഇനി അവർക്ക് മനസ്സിലായില്ലെങ്കിൽ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി റൂമിലിരുത്തി അത് കൺവിൻസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ശ്രീതുവിനെ ഈ ഒരു ക്യാപ്റ്റനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ജിൻഡോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അത് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അത് എന്താണെന്നുള്ളത് അറിയില്ല. എല്ലാവരും ജിൻഡോയോട് അങ്ങനെ എന്ന രീതിയിൽ. അപ്പൊ അതുകൊണ്ട് ശ്രീതും കുറച്ച് അങ്ങനെ കാണിക്കുന്നതാണോ, അവിടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതാണോ എന്ന് അറിയില്ല. എനിക്ക് അങ്ങനെയൊക്കെ പലയിടത്തും തോന്നിയിട്ടുണ്ട്. സോ അപ്പോൾ ഇത് പവർ ടീമാണ് ഇതിന്റെ കൈകാര്യം എല്ലാം ചെയ്യുന്നത്. പവർ ടീം പറയുന്ന പോലെയാണ് നടക്കുന്നത്. സോ അപ്പൊ ജാസ്മിനെ കഴിഞ്ഞ ദിവസം ഒന്നും വയ്യാതിരിക്കുക എന്നുള്ള പേരിൽ ഒരുപാട് സമയം അവരുടെ അവരുടെ നാടകം ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ സമയം പാത്രം കഴുകാതെ അവിടെ ഇട്ടു എന്നുള്ളതാണ് അഭിഷേക് പറയുന്നത്. ജാസ്മിനെ എവിടെയും കാണാറില്ല, ജാസ്മിൻ കഴിക്കുന്ന സമയത്ത് മാത്രമേ കാണാറുള്ളൂ, അടുക്കളയിൽ കാണാറേ ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ അൻസിബി ഇല്ലെങ്കിൽ ആർക്കും ഫുഡില്ല എന്നുള്ളത് തർക്കങ്ങളും വഴക്കുകളുമാണ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ കുറച്ച് മുൻപായിട്ട് ലൈവിൽ നടന്നത്. സോ അപ്പൊ അൻസിബ മാത്രം തനിച്ചിരുന്ന് അവിടെ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇതിൽ ഗബ്രി പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ പവർ ടീമാണല്ലോ, അപ്പൊ ഗബ്രിയുടെ വായാണ് അവിടെ അടിക്കുന്നത് അല്ലേ. പവർ ടീമിൽ ഗബ്രി പറയുന്നത് രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് ദോശയും മുട്ടയും ചെയ്യുക എന്ന് പറഞ്ഞൊക്കെ എടുത്തു വെക്കുമ്പോഴത്തേക്കും മോർണിംഗ് ആക്ടിവിറ്റി വന്നു. അത് കഴിയുമ്പോഴത്തേക്കും അടുത്തത് പെട്ടെന്ന് റെഡി ആവണം, പെട്ടെന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ബിഗ് ബോസ്. അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് മാറി. അതിന്റെ ഇടയിൽ എവിടെയാണ് എത്ര സമയമാണ് കിട്ടിയത് ഫുഡ് ഉണ്ടാക്കാൻ, അതുകൊണ്ട് വന്ന ഫാൾട്ടാണെന്നൊക്കെ ഗബ്രി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അപ്സരയും ഗബ്രിയും തമ്മിലാണ് ആ ഒരു ഫൈറ്റ് നടക്കുന്നത്. മൊത്തത്തില് ചില വാക്കുകൾ നമുക്ക് ഹൈലൈറ്റിൽ കേൾക്കുന്നല്ലാതെ ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. മൊത്തത്തില് കാക്കക്കൂട്ട് കല്ലിട്ട പോലെ കലബല എന്ന് പറഞ്ഞിട്ടൊക്കെ കൂടി കൂട്ടത്തോടുള്ള ചണ്ടയാണ് നടക്കുന്നത്. പക്ഷെ ബിഗ് ബോസ് വീട്ടിനകത്ത് ഒരു കാര്യമുണ്ട്, ഈ ഫുഡ് ഉണ്ടാക്കാനെല്ലാം ഈ വീട്ടിലെ ഹൗസ് ഹോൾഡിംഗ് വർക്കിനെല്ലാം പ്രത്യേക ടൈമൊന്നുമില്ല. ടാസ്കുകൾക്കിടയിൽ നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് ആ ഷോന്റെ ഒരു രീതി. സോ അത് ബിഗ് ബോസ് പറയാറുണ്ട്, ഇന്ന ടൈം എന്നൊന്നുമില്ല. അതിനനുസരിച്ചിട്ട് ഇവർ നിൽക്കണം. അതിനാണ് ഇവർക്ക് രാവിലെ എണീക്കാൻ ഒരു വേക്കപ്പ് സോങ് ഒക്കെ കൊടുക്കണം. ഇത്ര മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ അടുത്തവരുടെ വേഗമുള്ള ഇവരെ പ്രഭാത കൃത്യങ്ങൾ കഴിയുക, അടുത്തത് മറ്റ് ജോലി ചെയ്യേണ്ടവർ ചെയ്യുക. ചിലപ്പോൾ ടാസ്കുകൾ രാത്രി കൊടുക്കാം, ചിലപ്പോൾ രാവിലെ മുതലുള്ളത് ഉണ്ടാകും. ടയേർഡ് വരും, ഇതുപോലെ ഫിസിക്കൽ ടാസ്ക് ഒക്കെ വരുമ്പോൾ ടയേർഡ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ജോലി ചെയ്യാനൊക്കെ വിമുഖത വരും, കുറച്ച് റെസ്റ്റ് വേണം എന്നൊക്കെ തോന്നും. സോ ഇതിന്റെ എല്ലാത്തിൻ്റെ അപ്പുറത്ത് ഇവരുടെ ജോലി ചെയ്യാനുള്ള സമയം ഇവർ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ഇതിന്റെ ഒരു രീതിയാണ്. അതിന് പ്രത്യേക ഒരു ടൈമൊന്നും കൊടുക്കില്ല. സോ അപ്പൊ അതിനൊക്കെ കണ്ടറിഞ്ഞ് ഇവർ പെരുമാറി വെച്ചുണ്ടാക്കേണ്ടവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതും കൂടിയാണ്. മറ്റുള്ളവർ പട്ടിണിക്ക് ഇടുക എന്നുള്ളതല്ല. ടാസ്ക് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്നില്ല അപ്പൊ ബാക്കിയുള്ളവർ കഴിക്കണ്ട എന്നുള്ള രീതിയല്ല. സോ ഏതിരുന്നാലും മനഃപൂർവ്വമല്ല എങ്കിൽ തന്നെ മൊത്തത്തില് ഓരോരുത്തരും വന്ന് വിശക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു നാണക്കേടല്ലേ. എത്രയും പേര് കൂട്ടത്തോടെ ഉണ്ടായിട്ടും ഒന്നും ഉണ്ടാക്കാൻ ആരെ കൊണ്ടും പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. അത് ആലോചിക്കുമ്പോൾ തന്നെ കഷ്ടം. ആള് കൂടിയ ഒട്ടും ജോലി നടക്കില്ല എന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ ലൈവിൽ കുറച്ച് മുൻപേ കണ്ടത്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.